വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. യെസ്, ഇന്ന് ഞങ്ങളൊരു കുക്കിംഗ് വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നല്ല, നല്ല എളുപ്പമുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവർക്കും ഫേവറേറ്റ് ആയിരിക്കും അല്ലേ ഉഴുന്നുവട. നമ്മൾ പരിപ്പോട് ഓൾറെഡി ഉണ്ടാക്കി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ഉഴുന്നുവട ഒന്ന് ഉണ്ടാക്കി നോക്കാം അല്ലേ ദേവാംശ്? പാപ്പ ഉണ്ടാക്കാം നമുക്ക്. യെസ് ഓക്കെ പറഞ്ഞേ, യെസ് പറഞ്ഞേ. യെസ്, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യെസ്, ഞാൻ നമ്മുടെ ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ടുള്ള ഉഴുന്ന് ഒരു 3.5 മണിക്കൂറോളം 3.5-4 മണിക്കൂർ സോക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നല്ലപോലെ വന്നിട്ടുണ്ട്. യെസ്, അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു കുറച്ച് ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റും നല്ലൊരു ക്രിസ്പിനെസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മൾ ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ വളരെ കുറച്ച് വെള്ളം മാത്രം ഇട്ടിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോവും. വളരെ കുറച്ച് വെള്ളത്തിൽ എന്നാൽ നല്ലപോലെ അരയുകയും വേണം. 1 സ്പൂണോ 2 സ്പൂണോ ഒക്കെ വെള്ളം മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. യെസ്, നമുക്ക് അരയ്ക്കാം. നമ്മുടെ ബാറ്റർ അങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിതിലൊരു 4 സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത്ര അരയ്ക്കാനായിട്ട്. വെള്ളം വളരെ മിനിമലായിട്ട് ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇത് ലൂസായി കഴിഞ്ഞാൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം അരച്ച് സെറ്റാക്കിയെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് വേണ്ട സവാള, പച്ചമുളക്, ഇഞ്ചി എല്ലാം ഒന്ന് അരിഞ്ഞിട്ടെടുക്കാം. പാപ്പ ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സവാളയാണ്, ഫുള്ളായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, കുഞ്ഞിന് കൊടുക്കേണ്ട കാരണം ഞാൻ അധികം പച്ചമുളക് ഇടുന്നില്ല. 2 അത്യാവശ്യം വലിയ പച്ചമുളകായിരുന്നു, 2 എടുത്തിട്ടുണ്ട്. 1 പീസ് ഇഞ്ചി, അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില. എല്ലാം നല്ല ഫൈനായിട്ട് ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ ഇന്ന് നമുക്ക് ബാറ്ററിലേക്ക് പാപ്പ ഉണ്ടാക്കാം. ഇത് നമുക്ക് ഇനി നമ്മുടെ മാവിലേക്ക് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. യെസ്, അപ്പോൾ അതാ നമ്മുടെ ബാറ്ററിലേക്ക് ഞാൻ ആദ്യം സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, പച്ചമുളക്, അതുപോലെ തന്നെ ഇഞ്ചി, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാം ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടി പോരുത്, കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ഇനി ഇത് കൈ വെച്ച് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 സ്പൂൺ റവയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം, കുറച്ചൊരു ക്രിസ്പിനെസ് കിട്ടാനായിട്ട്. ഒരു 2 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അരിപ്പൊടിക്ക് പകരമാണ് ഞാൻ റവ ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ആയാലും നല്ലതാണ്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്കെടുത്തിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് വേണം നമ്മുടെ മാവ് എടുക്കാനായിട്ട്. അല്ലെങ്കിൽ കയ്യിലോട്ട് പിടിച്ചാൽ ഷേപ്പ് കിട്ടില്ല. അപ്പോൾ കുറച്ച് എണ്ണ അല്ലെങ്കിൽ വെള്ളം കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്യാം. ചെറുതായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഒരെണ്ണം നമ്മളങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ സൂക്ഷിച്ച് വേണം. ചെറിയൊരു വെള്ളമയം ഉണ്ടെങ്കിൽ തന്നെ പൊട്ടിത്തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം പതിയെ സ്ലോയിൽ നമ്മൾ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് പതിയെ ഇട്ട് കൊടുക്കണം.
ഇപ്പോൾ ഓരോന്ന് കഴുകുമ്പോഴും ജസ്റ്റ് കൈ ഒന്ന് കഴുകി കൊടുക്കുന്നുണ്ട്. കയ്യിൽ ഒട്ടി പിടിക്കരുത്, അല്ലെങ്കിൽ നമുക്കത് വിട്ട് കിട്ടാനായിട്ട് പാടായിരിക്കും. അപ്പം ഓരോന്നും കഴിഞ്ഞിട്ട് കൈ ഒന്ന് കഴുകിയതിന് ശേഷം ചെയ്യാനായിട്ട് നോക്കാം. ചെറിയ പാൻ ആയതുകൊണ്ട് ആദ്യത്തെ ഇതിൽ ഒരുപാട് എണ്ണ ഇടുന്നില്ല. ഇപ്പം 2 എണ്ണം ഇട്ടിട്ട് നിൽക്കുന്നത്. ഇത് റെഡിയാക്കി എടുക്കാം. പതിയെ നമുക്കൊന്ന് തട്ടി അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡായി കഴിയുമ്പോഴത്തേനും പതിയെ അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. നല്ലപോലെ 2 സൈഡും മുരിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേനും നമുക്കിതെടുക്കാം. നമ്മുടെ ഒഫീഷ്യൽ ടേസ്റ്റ് അങ്ങനെ ഉഴുന്നോടെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ചൂടുണ്ടോ? ചെറിയ ചൂടുണ്ട്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കൊള്ളാമോ? ടാറ്റ പറ. ടാറ്റ. ബൈ. ബൈ. ഉഴുന്നോടെ കൊള്ളാമോ? അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബൈ.